പക്ഷെ അത് ചെയ്തവർക്ക് അത് ഞങ്ങൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കൊരു പരിഹാരം കാണാമായിരുന്നു. നമ്മളെ ജീവിതം, എൻ്റെ കുടുംബം, ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ മുഴുവൻ തകർന്നുപോയി. ഞാനൊരു സമരം ദൂരം നിന്ന് നോക്കി കണ്ടു നല്ലതാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ആകാൻ കഴിയുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഒരു തീരുമാനമാവുമോ എന്ന്. എന്നോട് ചോദിച്ചു ഇനി എന്ത് തീരുമാനമാവാനാണ്, നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞതല്ലേ, ഞാനല്ലേ ഏറ്റെടുത്തത്. 9 വർഷത്തെ ഒരു വലിയ ദുരിതത്തിനപ്പുറമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളേറെ കിട്ടി എന്നുള്ളതാണ്. നമ്മൾ അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ ഞാൻ +2 സയൻസ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് BSc ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സെക്കൻഡ് ഇയർ കഴിഞ്ഞു. പിന്നെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനും കഴിയില്ല ഫിസിക്സ് ആയതുകൊണ്ട്. അത് പിന്നെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ അല്ലാതെ എടുത്തു നോക്കി. അതൊക്കെ കുറഞ്ഞ സമയം പോയി വരാൻ കഴിയാത്തതുകൊണ്ട് എന്താ അസുഖം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ പല കോഴ്സുകൾക്കും ചേർന്ന് നമ്മൾ അഡ്വാൻസ് ഫീസ് പോയി എന്നല്ലാതെ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. പിന്നെ ഇനി ഒന്നിലും എത്തൂല, ജീവിതം തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചെടുത്തുനിന്നാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിലേക്ക് എത്തുന്നത് വരെ ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അതൊന്നും ആലോചിച്ചെടുക്കുമ്പം തന്നെ ഞാൻ എങ്ങനെ അത് തരണം ചെയ്തു എന്ന് അറിയില്ല. അത്രയും പഠിച്ചവൻ്റെ ഒരു കാരുണ്യം, ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പാളിച്ചയാണ് അർഷനക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ സമരത്തിലേക്ക് ഇരിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്? ഇത് സംഭവം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ വന്നിട്ടുള്ളത്. വലിയൊരു അശ്രദ്ധ കാരണം ഒരു ജീവൻ തന്നെ ഭയങ്കര ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടെ അറിഞ്ഞില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥ. നമ്മളൊരു കുടുംബം തന്നെ നഷ്ടമാവും. 3 ചെറിയ കുട്ടികളാണ്. എന്തോ അതും പഠിച്ചവൻ്റെ കാരണം കൊണ്ട് അത് തിരിച്ചറിയപ്പെട്ടു. പക്ഷെ അത് ചെയ്തവർക്ക് അത് ഞങ്ങൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കൊരു പരിഹാരം കാണാമായിരുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള. അപ്പോൾ അവിടെ വന്ന പിഴവിന് പരിഹാരം നൽകേണ്ടത് അവരായിരുന്നു. പക്ഷേ അവർ നമ്മളെ പരിഹാരം നൽകുമെന്ന് പറഞ്ഞതല്ല, അതൊരു തരത്തിലൊരു പരിഹാരമായില്ല, ഒരു തരത്തിലും ആയില്ല. ഒരുപാട് ചികിത്സകൾ, തുടർ ചികിത്സകൾ, നമ്മളെ ജീവിതം, എൻ്റെ കുടുംബം, ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ മുഴുവൻ തകർന്നുപോയി. സാധാരണ നമ്മൾ ആരെ ആശ്രയിക്കാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹസ്ബൻഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു സമയത്ത് ബിസിനസ് തകർന്നു. തുടർ ചികിത്സകൾക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ചു. രോഗം എന്താണെന്നറിയാതെ ഒരുപാട് ചികിത്സകൾ, പിന്നെ അറിഞ്ഞതിന് ശേഷം കത്രിക എടുത്തതിന് ശേഷം സർജറികൾ. ഇപ്പോഴും ചികിത്സകൾ ആവശ്യമാണ്. പ്രോപ്പറായിട്ടൊരു ചികിത്സ ഇപ്പോൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേറെ അസുഖങ്ങൾ ശരീരത്തിനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറ്റാതായി. ആ ഒരു സമയത്ത് നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം പ്രതീക്ഷിച്ചു. പക്ഷേ അവർ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. 2017 ആയിരുന്നല്ലോ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയിലൊക്കെ പോകുന്നത്. അപ്പം ഇതിന് ശേഷം എങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ കഴിച്ചു കൂട്ടിയത്? 3ാമത്തെ സിസേറിയനാണ്. 2017 നവംബർ 30-നാണ് മൂന്നാമത്തെ എൻ്റെ മോൻ്റെ ഒരു പ്രസവത്തെ സമയത്താണ് ആ സിസേറിയൻ. അപ്പോൾ അതിന് ശേഷം 3ഉം സിസേറിയൻ ആയതുകൊണ്ട് അതാണ് കാരണം എന്ന് വിചാരിച്ചു. 3ാമത്തെ സിസേറിയൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു കുറേ കാലങ്ങൾ പലതരത്തിലുള്ള ചികിത്സകളാണ് നടത്തുന്നത്. അന്നത്തെ നമ്മൾ കൊല്ലത്ത് ഹസ്ബൻഡിന് ബിസിനസ് ആയതുകൊണ്ട് അവിടെ ആയിരുന്നു താമസം. അവിടെ ഹോസ്പിറ്റലുകൾ നിരന്തരം കയറി ഇറങ്ങി. കൊറോണ സമയത്തൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോകാതെ വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലൊക്കെ എത്തി. പലതരത്തിൽ നമ്മൾ സഹിച്ച് എന്താ പറയുക, അത്രയധികം എന്താണെന്ന് മനസ്സിലാവാതെ മാനസിക വേദന ഏറ്റവും കൂടുതൽ. എന്താ സംഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവാതെ 5 വർഷം. സാധാരണ വീട്ടമ്മയായ അർഷന ഇങ്ങനെ ഒരു സമരത്തിലിരിക്കുമ്പോൾ എന്തൊക്കെ ഒരു പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്? സമരത്തിൻ്റെ ചിന്തയിലേക്ക് എത്തിയതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവില്ല എന്ന് കണ്ടപ്പോൾ. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നാണല്ലോ ഇത് സംഭവിച്ചത്, അതിന് മുന്നേ പോയി ഇരിക്കുക എന്നുള്ളത് തന്നെ. അല്ലാതെ അവർ ഉറപ്പ് തന്നു, പക്ഷേ അതിനൊരു പരിഹാരം ആകാത്തതുകൊണ്ട് ഞാനും ഹസ്ബൻഡും അവിടെ മുന്നിൽ പോയി ഇരുന്നതാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് മനുഷ്യർ, അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കിയിട്ട് ഒരാളും വന്നിട്ടില്ല. എല്ലാവരും നമ്മളെ കൂടെയാണ്, നമ്മൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നീതി അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഒരുപാട് മനുഷ്യർ നമ്മളെ കൂടെ നിന്നു. അതുകൊണ്ടുകൂടാണ് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കില്ല. പിന്നെ ഒരു മീഡിയൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മളെ ഭാഗത്ത് സത്യമാണ്, നമുക്കത് നീതി അർഹിക്കപ്പെട്ടതാണെന്നുള്ളത് കൊണ്ടും അവർ 4 വർഷമായിട്ടൊക്കെ ഒരു കേസിൻ്റെ പുറകെ എത്ര നേരം നിൽക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മളെ കൂടെ നിന്ന് പൊരുതിയ ദിനേശ് പെരുമണ്ണ, അദ്ദേഹത്തിന് എന്താ പറയുക, നമ്മൾ മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത അത്രയും നമ്മൾ
സമരത്തിൽ പങ്കുകൊണ്ടോന്നൊന്നല്ല, നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചു, നമ്മളെ കൂടെ ആത്മവിശ്വാസം നൽകി, ഇത് സത്യമാണ്, സത്യം എന്നാലും ജയിക്കും എന്നുള്ളത്, അത് കൂടെ നിന്ന് നമ്മളെ ഈ ഒരു വിജയത്തിലേക്ക് അത്രയും അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിമർശനങ്ങളും പിന്തിരിപ്പിക്കാനൊക്കെ പല ശ്രമങ്ങളും പല ഭാഗത്തു നിന്ന് നടന്നിട്ടും നമ്മളടുത്ത് സത്യമുണ്ട്, ഇത് ജയിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അത്രയും റിസ്ക് എടുത്താണ് അദ്ദേഹം നമ്മളെ കൂടെ നിന്ന് നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ പഠിച്ചവൻ ഇതിനൊരു എന്തായാലും സത്യം ജയിക്കുമല്ലോ, പഠിച്ചവന് കൂടെ പഠിച്ചവനുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് ഇത്രയും നമ്മൾ ക്ഷമയോടെ നിൽക്കാനുള്ളൊരു കാരണം. ഒരു സമരം അതിൽ നിന്ന് പിന്മാറാതെയുള്ള നിൽക്കലാണ്. എങ്ങനെയാണ് ഇത്രയും ഒരു ധൈര്യം കിട്ടിയത്? അത് ഞാൻ അനുഭവിച്ച വേദനകൾ തന്നെയായിരിക്കും. കാരണം നമ്മൾ അനുഭവിച്ച വേദന ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നില്ല. ഇനി ഒരാൾക്ക് ഈ ഒരു വേദന അനുഭവിക്കാൻ ഇട ഉണ്ടാവരുത് എന്നുള്ളൊരു ഉറച്ച ഒരു തീരുമാനം കൂടിയാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒരു സമരത്തിൽ എങ്ങനെ ഇരുന്നു, ഞാനൊരു സമരം ദൂരം നിന്ന് നോക്കി കണ്ടു എന്നല്ലാണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എൻ്റെ അടുത്തുകൂടെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെ കാണുന്ന സമരം അല്ലാതെ സമരം എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ലാത്തൊരു അങ്ങനെ സമരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അർഹതപ്പെട്ട നീതി അത് നിഷേധിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ഈ ഒരു ദുർഗതി വരരുത് എന്നുള്ള ആ രണ്ട് തീരുമാനങ്ങൾ തന്നെയാണ്. അതിലെന്തോ ഒരു കരുത്ത് വന്നു. അതെ, ഒരുപാട് നഷ്ടങ്ങൾ ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അർഷനൊക്കെ. അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഏറ്റവും വലിയ നഷ്ടം നമ്മളെ കരിയർ നഷ്ടം. കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ച് പഠിച്ച ഒരാളാണ്. അപ്പോൾ മുന്നോട്ട് പോയി ഇതിനേക്കാൾ നല്ലൊരു ജോലി സ്വപ്നം കണ്ട ഒരാളായിരുന്നു. അത് ഒരിക്കലും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനായില്ല. ഏതോ നമുക്ക് ഒന്നിനും വീട്ടിലിരുന്ന് പഠിക്കാൻ പോയിട്ട് നമ്മളെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോയി. ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ നിരാശ എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടം വന്നു എല്ലാ കാര്യത്തിലും. പിന്നെ 3 ചെറിയ കുട്ടികളെ നോക്കുന്ന ഒരവസ്ഥ. ഞങ്ങളൊന്നും ഒറ്റക്കുമായിരുന്നു കൊല്ലത്ത്, ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമാണ്. ഒരാളോടൊരു കാരണം പറയാൻ നമുക്കില്ല. അസുഖം എന്ന് പറഞ്ഞാൽ ആർക്കോ കാണിക്കാൻ കഴിയുന്ന അസുഖമല്ലല്ലോ. അപ്പോൾ ഉണ്ടായൊരു നിരാശ, ഭയങ്കരമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ശരിക്കും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കാരണം എന്താണെന്നറിയാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ പഠിച്ചോൻ വിധിച്ചത് എന്തായാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എന്നാലും എന്താ കാരണം എന്നറിയാത്ത കാര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താണെന്നറിയില്ലല്ലോ. പിന്നെയുള്ള നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് ഫർണിച്ചർ ബിസിനസ്സായിരുന്നു. അപ്പോൾ പാർട്ട്ണർഷിപ്പോടുകൂടി ഒരാളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന. അപ്പോൾ അതിൽ അക്കൗണ്ടിങ് ഞാൻ GST അല്ലാത്ത അക്കൗണ്ടിങ് ഒക്കെ ഞാനതിന് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ ഹസ്ബൻഡ് പുറത്ത് ഇങ്ങനെ റൂട്ടിൽ പോകുന്ന ആളാണ്. പുറത്തിറങ്ങിയ മക്കളുടെ കാര്യം എൻ്റെ കാര്യം അവതാളത്തിലാവുക. ഞാൻ വയ്യാണ്ട് കിടന്നു പോവുകയാണല്ലോ, എന്താ അറിയാതെ വേദന കൊണ്ട് പൊളഞ്ഞ് കിടന്നു പോവുക. അപ്പോൾ ചെറിയ കുട്ടികളാണ്, 5, 2 പിന്നെ ചെറിയ പ്രസവിച്ച കുട്ടി. ഈ 3 കുട്ടികളെയും കൊണ്ട് ഞാൻ അനുഭവിച്ചൊരു പ്രയാസം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പോക്കും ജോലിയും ഒക്കെ പ്രശ്നമായി. മൊത്തത്തിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങ് തകർന്നു പോയി. അപ്പോൾ നഷ്ടങ്ങളൊന്നും ആർക്കും ഒരു പരിഹാരവും കാണാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടവും ഞങ്ങൾക്കുണ്ടായ ഒരു പ്രയാസത്തിനൊരു പരിഹാരം ഇപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സമാധാനത്തിലാണ്. അതിനൊക്കെ ഉള്ള നമ്മളാ ഒരു ഇത് അതിൽ ക്ഷമിച്ച് നിന്നുകൊണ്ടായിരിക്കും പഠിച്ചവന് ഇപ്പോൾ അതിനുള്ളൊരു ഇത് തരാൻ അടുത്തൊരു മന്ത്രിസഭ വരേണ്ടി വന്നു എന്നുള്ള, ഒരു ഗവൺമെൻറ് മാറി വരേണ്ടി വന്നു എന്നുള്ളതാണ്. അതിലൊരുപാട് സന്തോഷം. നമ്മൾ വിചാരിച്ചതിലേക്ക് ഏറെ നമ്മളെ പരിഗണിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും മനുഷ്യത്വത്തിൻ്റെ വേദന കൂടെ മാനസിക പരിഗണന നൽകി നമ്മളെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരുപാട് ആരോപണങ്ങളാണ് ഈ സമരകാലത്ത് നേരിട്ടുണ്ടായിരുന്നത്. അർഷനയുടെ സമരത്തിന് പിന്നിൽ വർഗീയ ശക്തികളാണ്, SDPIക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണങ്ങളുണ്ടായി. LDF നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ഇത് രാഷ്ട്രീയ സമരമാണെന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ഓർഡർ വന്നു. ആ സമയത്താണ് അവർ പ്രത്യക്ഷമായെന്ന് മാറി നിന്ന്. കാരണം ഇത് രാഷ്ട്രീയമാണ്, മാറി നിന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയവും ഇല്ലയെന്ന് അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം. എന്ത് രാഷ്ട്രീയത്തിലേക്ക് നമ്മളൊരു തെരഞ്ഞെടുപ്പിലൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് രാഷ്ട്രീയം എന്നുള്ള ഒരു സംഭവമല്ല. നമ്മളെ കൂടെ അവരെ കൂടെ നിന്ന് ഇനി നമ്മളെ വഞ്ചിച്ചവരെ നമ്മൾ എന്താ പറയുക, അവരല്ല വരേണ്ടത് എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ ഓടി നടന്നൊന്നല്ല. നമ്മളെ കൂടെ സഹായിച്ച ആളുകൾക്ക്, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ പറ്റിച്ച് എന്നാണല്ലോ ആരോഗ്യമന്ത്രി നമ്മളെ കൂടെ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാൾ ഇനിയും ജയിച്ചു വരിക എന്നറിയുമ്പോൾ അതിനെതിരെ നമ്മളെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത്, അല്ലാണ്ട് രാഷ്ട്രീയമായിട്ട് പണിയെടുത്തതൊന്നല്ല. ഇത്രയും നമ്മൾ വേദനിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങി അതിനുവേണ്ടി പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായത്. ഈ വീട്ടിൽ നിന്നൊക്കെയുള്ള പിന്തുണ എങ്ങനെയായിരുന്നു? വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് എൻ്റെ ശക്തി. അത്രയും സപ്പോർട്ടായിട്ട് ഒരു 5 വർഷം ഞാൻ അറിയാതെ വേദന സഹിച്ച സമയത്തും ഒരു പക്ഷേ വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നാൽ ചിന്തകൾ മാറിപ്പോകുമല്ലോ. എന്നാലും അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. കാരണം അറിയില്ലെങ്കിലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മക്കളെയായി എന്നെയായിട്ട്
9 വർഷമായില്ല അനുഭവിക്കുന്നു. പിന്നെ എല്ലാം കൊണ്ടും തളർന്ന സമയത്തും ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം വരും, പഠിച്ചവനുണ്ട് നമ്മളെ കൂടെ. കുടുംബക്കാരൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തിനാ വെറുതെ ആ തെരുവിൽ പോയിരുന്ന് യുദ്ധം ചെയ്യുന്നത്, അതിലൊന്നും കാര്യമില്ല, ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല, വെറുതെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നീതി കിട്ടാതെ ഞാൻ മുന്നോട്ടില്ല. ഇത് കൂടെ അത്രയും ആളുകൾ ശക്തമായിട്ട് വേറെ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ പലതരത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അതിലൊന്നും എന്തായാലും എനിക്ക് നിരാശയോ സങ്കടമൊന്നും ഇല്ല. ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു. പിന്നെ നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് അത്രയും നല്ല ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു, ഒരുപാട് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരു സഹോദരിയെ പോലെ പിടിച്ചു നിന്ന് അവരോടൊക്കെ ഒന്നും നന്ദിയൊന്നും പറഞ്ഞാലൊന്നും തീരുന്നതല്ല. കഴിഞ്ഞ ഭരണം തുടരും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷയുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും ഈ ജോലിയിലൊക്കെ കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാവുമായിരുന്നില്ല? അതില്ല, പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാറുമെന്നുള്ളത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരുടെ കൂടെ അല്ലേ ജനങ്ങളുണ്ടാവും. അപ്പോൾ സാധാരണക്കാരെ കൂടാന്ന് നമ്മൾ വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും ജനങ്ങൾ മനസ്സിലാക്കിയോണ്ടാണല്ലോ ഇത്രയും വലിയൊരു വിജയവും മാറ്റവും വന്നിട്ടുള്ളത്. അല്ലാണ്ട് വെറും ഒരു രാഷ്ട്രീയ കളി മാത്രമല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഏതായാലും മാറും എന്നുള്ള നമുക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്തായാലും ഭരണം മാറും. ഒരുപാട് ആളുകൾ പുച്ഛിച്ചു, അവഗണിച്ചു. ആ സമയത്തൊക്കെ സങ്കടം ഉണ്ടായിരുന്നോ? ആ സമയത്തൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കരുത്തുണ്ടായിരുന്നു, അതിലൊന്നും തളർന്നിട്ടില്ല. അതൊരു സമാധാനമാണ്. അതിലൊന്നും നമ്മൾ തളർന്നിരുന്ന പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. സത്യം ജയിക്കും, അത് ഉറപ്പായിരുന്നു. സത്യമാണ് നമ്മൾ പറയുന്നതിൽ ഒരു ശതമാനം പോലും കളവില്ല. ഒന്നുകൊണ്ടും നമുക്ക് ആരും മുന്നിലും കളവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് സത്യത്തിൻ്റെ കൂടെ പഠിച്ചവനുണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നുകൊണ്ട് ആരെയും വിമർശനത്തിലൊന്നും തളരാൻ നിന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ പോയപ്പോഴുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ അല്ലേ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മളെ കൂടെ ഒരുപാട് തവണ വന്നാണ്, നമ്മൾ അദ്ദേഹത്തെ പോയി ഒരുപാട് കണ്ടതാണ്. ആ സമയത്തൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭരണം മാറി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനിയിപ്പോൾ ഞാൻ പോയിട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയും പറഞ്ഞ് ഇനി നമ്മൾ യാചിച്ച് കൊണ്ടുവരണമല്ലോ എന്നൊക്കെ ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഒരു ആശങ്കയിലായിരുന്നു നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷേനേക്കാളൊക്കെ ഞാനൊരു പ്രമോഷനൊന്നും പറയാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയാം, ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിനാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിന് കിട്ടിയുള്ളതെന്ന് ഒരു സംശയമില്ല. കാരണം അത്രയധികം മനസ്സ് നിറഞ്ഞു പോയി. ഞാൻ അവിടെ നിന്ന് പഠിച്ചവനോട് അത്രയും പ്രാർത്ഥിച്ചു പോയി ആ മനുഷ്യന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ആകാൻ കഴിയുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഒരു തീരുമാനമാവുമോ എന്ന് ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ അതാ ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇനി എന്ത് തീരുമാനമാവാനാണ്, നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞതല്ലേ, ഞാനല്ലേ ഏറ്റെടുത്തത്, ഞാനല്ലേ നിങ്ങളോട് വാക്ക് പറഞ്ഞത്, ആ വാക്കിലൊരു മാറ്റവും ഇല്ല, ഒരു പിന്നോട്ടില്ല, ഞാൻ പറഞ്ഞത് എന്താണോ അത് ചെയ്യും എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ ഒരു ടൂളായിട്ടാണ് അർച്ചന പ്രവർത്തിച്ചതെന്നാണ് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചാരണം. അതങ്ങനെ വിമർശകർക്ക് അങ്ങനെ പലതും പറയാം. നമ്മളെന്താണെന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്, മനുഷ്യത്തുള്ളവർക്ക് മനസ്സിലാവും നമ്മളെന്തായിരുന്നു എന്നുള്ളത്, നമ്മളെന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നുള്ളൂ, എന്തിനു വേണ്ടിയാണ് ഒരു സമരത്തിലിരുന്നത് എന്നുള്ളൂ, നമ്മൾ അനുഭവിച്ച വേദനകൾക്കൊരു പരിഹാരത്തിനും ഇനി ഒരാൾക്ക് ഇത് വരാതിരിക്കാനും വേണ്ടി മാത്രം. അവിടെ ഒരു രാഷ്ട്രീയവും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഭരണമൊക്കെ മാറ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുകൊണ്ട് പറയുന്നത് നല്ലതാണ്. അതിലൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല.